നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ടോപ്പ് മോസ്റ്റ് ഷോർട്ട് കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയാലോ? PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതിനകത്തെ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം കാലഭൈരവിനെ കുറിച്ചാണ്. എന്താണ് ഈ കാലഭൈരവ്? ഇതൊരു ഡ്രോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡ്രോൺ എന്തിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത ഡ്രോൺ ആണ്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ ആണ് കാലഭൈരവ്. അപ്പൊ AI അധിഷ്ഠിത, ഞാൻ പറഞ്ഞു AI ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയും PSC ചോദിക്കും. അപ്പൊ AI അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ ആണ് കാലഭൈരവ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ഡ്രോൺ ആണ് കാലഭൈരവ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമത്താവളം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക വ്യോമത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. EVMന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. EVMന് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ, പണ്ടത്തെ സംവിധാനം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. വിക്രം 32 ഇതും ഓർത്തിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഒരു മൈക്രോ ചിപ്പാണ് വിക്രം 32. അപ്പൊ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ മൈക്രോ ചിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വിക്രം 32 ആണ്. കാലഭൈരവ് എന്നത് ഇന്ത്യയിൽ AI അധിഷ്ഠിതമായി നിർമ്മിച്ച ഡ്രോൺ ആണ്. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങളുടെ വേദി എവിടെയാണ്? ബീഹാറിലാണ് 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾ അരങ്ങേറുന്നത്. ബീഹാർ. അപ്പൊ ഈ 5 ചോദ്യങ്ങൾ കിട്ടിയോ? അപ്പൊ ഇതിന്റെ PDF ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കയറി ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം. 2026 ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഓർത്തിരിക്കുക. ഹോം ബൗണ്ട് 2026 എന്നത് ഹിന്ദി ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സവിശേഷത എന്താ? 2026 ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഹോം ബൗണ്ട് 2026. മസ്റ്റ് ആയിട്ടുള്ള ചോദ്യം ഓർത്തിരുന്നോണെ. ചോദിക്കാൻ 100% ചാൻസ് ഉണ്ട്. അടുത്തതും ഇമ്പോർട്ടന്റ് ഒരു നിയമനമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അഥവാ BCCIയുടെ പുതിയ പ്രസിഡന്റ് ആര്? മിഥുൻ മൻഹാസ് ആണ് BCCIയുടെ പുതിയ പ്രസിഡന്റ്. അടുത്തിടെ പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം ഏതാണ്? അമേരിക്ക ഇപ്പൊ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കുറെ രാജ്യങ്ങളുടെ മേൽ തീരുവ ചുമത്തിയിട്ടുണ്ട്, തീരുവ കുറച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ പല നടപടിക്രമങ്ങളും ഡൊണാൾഡ് ട്രംപ് കയറിയതോടുകൂടി വന്നു. ഇപ്പോ പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റുകയും ചെയ്തു. അമേരിക്കയാണ്. അടുത്തതൊരു കൃതിയാണ്, ഒരു ജീവചരിത്രം. മാധവിക്കുട്ടിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ്. കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടിയെ കുറിച്ചുള്ള ജീവചരിത്രം. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചതാരാണ്? ഡോക്ടർ കെ ആശയാണ്. ക്ലിയർ അല്ലേ? 9 ചോദ്യങ്ങൾ കിട്ടിയില്ലേ? അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത്? KSFEക്കാണ് സ്വദേശ് സമ്മാൻ ലഭിച്ചത് എന്ന് ഓർക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. KSFEക്കാണ് സ്വദേശ് സമ്മാൻ ലഭിച്ചത് KSFEക്കാണ്. അടുത്തതും ഇമ്പോർട്ടന്റ്. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ വേദി അങ്കമാലിയിലാണ് 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് നടക്കുന്നത്. അങ്കമാലി. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാവേ.
അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ കൃതി ഏത്? കിരൺ ദേശായിയുടെ കൃതി ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നത് കിരൺ ദേശായിയുടെ കൃതിയാണ്. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കിരൺ ദേശായി ആണ്. കിരൺ ദേശായിയുടെ ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന കൃതിയാണ്. അപ്പൊ 2025 മാൻ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അത് കിരൺ ദേശായിക്കല്ല, ഡേവിഡ് സലേയ്ക്കാണ്. ഡേവിഡ് സലേയ്ക്കാണ് 2025 മാൻ ബുക്കർ സമ്മാനം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ഈ മാൻ ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? ഡേവിഡ് സലേയാണ്. ഡേവിഡ് സലേയുടെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് 2025. 2024 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത് സാമന്ത ഹാർവിക്കാണ്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന കൃതിക്ക്. ഇത്രയും കിട്ടിയല്ലോ, ഒന്ന് നോക്കിയിട്ട് വരാം. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന പ്രശസ്തമായ പുരസ്കാരമാണ് മാൻ ബുക്കർ സമ്മാനം. 2025 ജേതാവ് ഡേവിഡ് സലേ. ഓർത്ത് വെച്ചോണം, മസ്റ്റ് ആയിട്ടും ഈ ചോദ്യം വരും. പ്രസ്താവന രീതിയിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ 2025 പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ഹംഗേറിയൻ എഴുത്തുകാരനായ ഡേവിഡ് സലേയ്ക്കാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? കിരൺ ദേശായി ആണ്. 2024 പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓർബിറ്റൽ എന്ന കൃതിക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുമല്ലോ, എപ്പോ ചോദിച്ചാലും പറയുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? മോഹൻലാൽ. നമ്മുടെ അഭിമാനമായ മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ദേശീയ തലത്തിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇതുവരെ 2 മലയാളികൾക്കാണ് ലഭിച്ചത്. ആദ്യം ലഭിച്ച മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. രണ്ടാമത് ലഭിച്ച മലയാളി ആരാണ്? മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ലഭിച്ചത് എന്നുകൂടി ഓർക്കുക. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമൽ മുദ്രയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അപ്പൊ ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം, ലോക സാക്ഷരതാ ദിനം എന്നാണെന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇവിടെ പറയുന്ന ഫാക്ട് 2025 ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ്. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് 2025 ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക, ലോക സാക്ഷരതാ ദിനം എന്നാണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അടുത്തതും പ്രധാനപ്പെട്ടത്, ഒരു ഇന്ത്യക്കാരിക്ക് ലഭിച്ച പുരസ്കാരം ആയതുകൊണ്ട് തന്നെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജിനാലി മോദി എന്നുള്ള പേര് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. 2025 UNEPയുടെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഒരു ഇന്ത്യക്കാരിക്കാണ്, ജിനാലി മോദി. ഓപ്പറേഷൻ സീറോ ലൈൻ എന്നാൽ എന്ത്? PSC അടുത്തിടെ ചോദിച്ച ചോദ്യമാണ്. ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിലുള്ള അതിർത്തിയാണ് ഓപ്പറേഷൻ സീറോ ലൈൻ. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാജ്യത്തെ പ്രധാന ദേശീയ ചടങ്ങ് നടന്നത് വിശാഖപട്ടണത്തിലാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അപ്പൊ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാജ്യത്തെ പ്രധാന ദേശീയ ചടങ്ങ് നടന്ന നഗരം ഏതാണ്? വിശാഖപട്ടണമാണ്.
മംഗലത്ത് കേശവൻ സാനു എന്ന MK സാനു ഇദ്ദേഹം അന്തരിച്ച ഡേറ്റ് എന്ന്, ഇദ്ദേഹം അന്തരിച്ചത് 2025 ഓഗസ്റ്റ് മാസം 2-നാണ്. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? മംഗലത്ത് കേശവൻ സാനു. മംഗലത്ത് കേശവൻ സാനു എന്ന MK സാനു അന്തരിച്ചത് എന്ന് 2025 ഓഗസ്റ്റ് മാസം 2-നാണ്. ഇദ്ദേഹം ജനിച്ചത് 1928 ഒക്ടോബർ മാസം 27. 1928 ഒക്ടോബർ മാസം 27-നാണ് ഇദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ. ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2013. 2013-ലാണ് ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ 1992. 1992-ലാണ് ഇദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം 2013. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി തെരഞ്ഞെടുത്ത ബാങ്ക്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. SBI ആണ് അടുത്തിടെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് തെരഞ്ഞെടുത്തത്. ഇമ്പോർട്ടന്റ് ചോദ്യം. അപ്പൊ MK സാനുവിനെ കുറിച്ച് കുറച്ചധികം ഫാക്ട്സ് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഇദ്ദേഹം ജനിച്ച ഡേറ്റ് ഞാൻ പറഞ്ഞു, 1928 ഒക്ടോബർ മാസം 27. ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിയുടെ കർത്താവ് ആര്? MK സാനു. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? MK സാനു. കർമ്മഗതി ഇദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള കൃതിയാണ് കർമ്മഗതി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ കർമ്മഗതിയാണ്. സഹോദരൻ അയ്യപ്പൻ. മോഹൻലാൽ, ഇമ്പോർട്ടന്റ്, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് MK സാനു. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചതും MK സാനു. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം 1985. 1985. വയലാർ പുരസ്കാരം ലഭിച്ചത് 1992. എഴുത്തച്ഛൻ പുരസ്കാരം 2013. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവൻ. NS മാധവൻ. 24 NS മാധവൻ, 25 KG ശങ്കരപ്പിള്ള, 2013 MK സാനു. മംഗലത്ത് കേശവൻ സാനു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞ എല്ലാം ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയില്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ വേറൊരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾ വിനിയോഗിക്കുന്ന ഓരോ സമയവും നിങ്ങൾ അറിവിന് വേണ്ടിയിട്ട് തന്നെ വിനിയോഗിക്കുക. ഒരു കാര്യം പഠിക്കാൻ പിന്നൊരു സമയം നിങ്ങൾ നീക്കി വെക്കരുത്. ആ പഠിക്കുന്ന കാര്യം മനസ്സുറപ്പിച്ച് അപ്പൊ തന്നെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തോളാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2 പരീക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. ആകെ 3799 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. 2 പരീക്ഷയ്ക്കും കൂടെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ആകെ 3799 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. പിന്നെ SIയുടെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാരെ ഒന്നും നമ്മൾ എടുക്കത്തില്ല. ആകെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ നമ്മൾ നോക്കി വെക്കുന്നുള്ളൂ. അവരെ പഠിപ്പിച്ച് ജോലിക്ക് കയറ്റുക. അപ്പൊ അതിലൊരാൾ നിങ്ങൾക്ക് ആവണോ? എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, കമ്പനി ബോർഡ് LGS എല്ലാത്തിനും ബാച്ച് കോഴ്സ് ഉണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഫുൾ ബാച്ച് ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രം വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമുള്ള ബാച്ചിന്റെ ഒക്കെ പ്രൈസ് 499 ഉള്ളേ. അപ്പൊ എത്രയും വേഗം തന്നെ ആവശ്യമുള്ള കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാവേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.